ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് എം ജയേന്ദ്രൻ ഒന്ന് കാണുന്നു പറഞ്ഞിട്ട്. പുള്ളി പറഞ്ഞ അല്ല, ഡ്രൈവർ ഓടിക്കാൻ അങ്ങോട്ട് പറഞ്ഞ ചിലപ്പം നടക്കും. കൊച്ചിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കൊതുകും പാട്ടുകാരാണല്ലോ, പൊന്തി വരണ്ടേ. പക്ഷെ എന്റെ ശബ്ദത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. സൂപ്പർ. അപ്പൊ ഓക്കെ, വലുതലിച്ച് കയറിക്കോ. Yes. I'm Arjun Ram. New appointment. Wait to you. Arjun has come. Hello, ma'am. Arjun, ഇരിക്ക്. Thank you. ഇതാണ് എൻ്റെ CV. Good. University topper in criminology. Forensic science, cybercrime, anti-terrorism, law. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ ആഫ്റ്റർ ക്രിമിനോളജി. പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ജോലി തിരഞ്ഞെടുത്തു? ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഇറ്റ്സ് മൈ പാഷൻ. കുറ്റവാസന കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, അത് തടയാനുള്ള മാർഗവും പറയുന്നുണ്ട് ക്രിമിനോളജിയിൽ. അപ്പൊ ജോലി എന്ന് മാത്രമല്ല, ഒരു സോഷ്യൽ ആംഗിൾ കൂടെയുണ്ട് തീരുമാനത്തിൽ. അർജുന് ടീ ഓർ കോഫി? നോ മാം, താങ്ക്സ്. ഈ ജോലിക്ക് വേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് അർജുൻ കരുതുന്നത്? നോ ഡൗട്ട്, ഒബ്സർവേഷൻ. ചില മൾട്ടിനാഷണൽ കമ്പനീസ്, ഇൻഷുറൻസ് ഫേംസ് അവരുടെ സ്റ്റാഫ്സിനെയോ കസ്റ്റമേഴ്സിനെയോ മോണിറ്റർ ചെയ്യാൻ പറയാറുണ്ട്. അർജുൻ്റെ ഫസ്റ്റ് ഫേസും അതായിരിക്കും. ഓക്കെ. നമുക്കവരെ രഹസ്യമായി പിന്തുടരാം. ബട്ട് നോ പേഴ്സണൽ കോൺടാക്ട്സ്, നോ റിലേഷൻഷിപ്സ്. നമ്മളോട് ഡീറ്റെയിൽസ് ആവശ്യപ്പെടുന്നവർ നമ്മൾ കൊടുക്കുന്ന റിപ്പോർട്ട്സ് മാത്രം പരിഗണിച്ചാണ് തീരുമാനമെടുക്കുക. സോ ഇറ്റ് മസ്റ്റ് ബി ആക്യുറേറ്റ് ആൻഡ് സീക്രട്ട്. ഓക്കെ. ഫോളോ ദം അറ്റ് ദെയർ എവറി ഫുഡ് സ്റ്റെപ്സ്. ഇങ്ങോട്ട് കയറി വന്നത് എത്ര സ്റ്റെപ്സ് ആയിരുന്നു? 13 സ്റ്റെപ്സ്. ഗുഡ്. വേറെന്തൊക്കെയാ ഒബ്സർവേഷൻസ്? മാഡത്തിൻ്റെ ഫേവറേറ്റ് റൈറ്റർ മാധവിക്കുട്ടിയാണ്. അതെങ്ങനെ മനസ്സിലായി? ഷെൽഫിലാകെ 104 പുസ്തകങ്ങൾ. മോസ്റ്റ് ഓഫ് ദം ആർ ലോ റിലേറ്റഡ്. പക്ഷെ അതിനിടയിൽ ഒരു സ്പേസ് ഉണ്ട് ഫോർ മാധവിക്കുട്ടി. എക്സാക്ട്ലി. ആൻഡ് സംതിങ് അബൌട്ട് യുവർ ഷർട്ട്. വാട്ട്? തിരക്കൊണ്ടായിരിക്കും. യു ഫോർഗോട്ട് ടു ടേക്ക് ഔട്ട് ദ കോളർ. താങ്ക്സ്. Arjun, meet Gokul, our senior manager. Hi. Arjun Ram Mohan. Started your LKG at AGM Public School. പിന്നീട് 12th വരെ അവിടെ കണ്ടിന്യൂ ചെയ്തു. Number 1 in all classes except 9th. 9th-ലായിരുന്നു അമ്മയുടെ മരണം. ഡിഗ്രി ഇൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ക്രിസ്ത്യൻ കോളേജ്. പിന്നെ സ്പോർട്സിൽ 2 തവണ 400 മീറ്റേഴ്സിന് സ്റ്റേറ്റ് ചാമ്പ്യൻ. ഇപ്പം 4 വർഷമായി കളരി പ്രാക്ടീസ് ചെയ്യുന്നു. ഫസ്റ്റ് ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI. അക്കൗണ്ട് നമ്പർ 5700171025. ഇന്നലെ വൈകുന്നേരം 4:15 KPN ബസ്സിൽ വൈറ്റിലയിൽ വന്നിറങ്ങി. സീറ്റ് നമ്പർ 22. ഇറ്റ്സ് ഇനഫ്. ഞാനിരിക്കുന്ന സ്ഥലത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി. ഓക്കെ. ദെൻ ഗോകുൽ, അർജുന്റെ ഫസ്റ്റ് അസൈൻമെന്റ് തീരുമാനിച്ചിട്ട് ഏൽപ്പിച്ചോളൂ. ദിസ് ഇസ് ശേഖർ. ഹായ്. എന്ത് സംശയം ഉണ്ടെങ്കിലും ശേഖറിനോട് ചോദിക്കാം. യു ക്യാൻ ഹയർ എനി വെഹിക്കിൾസ്. കമ്പനി പേ ചെയ്യും. സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ടാർഗറ്റ്. ബേസിക് ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പപ്പേട്ട നിങ്ങൾ ഈ വൈക്കൊന്നും കാണാനില്ലല്ലോ. ടൂറല്ലേ? ആണോ? ഇതാ നിന്റെ ഫ്രണ്ട്.
ഹലോ ഹലോ. ഏതാ ബ്രാൻഡ്? ഈവൻ കള്ളുടിക്കൊന്നുമില്ലാന്ന്. എന്തിനാണ്ടാ ഇങ്ങനെ ഒരു ജന്മം? ജിങ്ങട് വന്നേ. ഓൾ എനിക്ക് ചുണ്ടിന്റെ പട അയച്ചു. ആണോ? അടിപൊളി. തിരിച്ചയച്ചില്ലേ? അയച്ചു, പക്ഷെ മറുപടിയില്ല. പെട്ടെന്ന് മറുപടി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വിടരുത്. പൊന്നെ മുത്തേ ചക്കര എന്നൊക്കെ പറഞ്ഞ് അയച്ചോണ്ട് നിക്കണം. അയച്ച് നശിപ്പിക്കണം. മനസ്സിലായോ? ഓളായിരിക്കും. അതായത് വരാത്തത്. അപ്പൊ ഗുഡ് നൈറ്റ്. ഓൾ ഓൺലൈനിലുണ്ട്. ഉമ്മ വെച്ചിട്ട് ഞാൻ തകർക്ക് മോനെ തകർക്ക്. പപ്പേട്ട അപ്പുറത്തെ വീട്ടില. പപ്പേട്ടനെ ഫേസ്ബുക്ക് പഠിപ്പിച്ചേ ഞാനാ. ഇയാൾക്കിത് എന്തിനാ കേടാ? ഒരു ഉമ്മക്കാരൻ. ഇയാളെ ഭാര്യയ്ക്ക് ഉമ്മ അയച്ചോണ്ടിരിക്കണേ. ഭാര്യയ്ക്കോ? പപ്പേട്ടന്റെ ഭാര്യ ഫേസ്ബുക്ക് വഴി ഒരാളെ പ്രേമിച്ചൊളിച്ചോടി. ഇയാളിപ്പോ ഒരു ഫേക്ക് ഐഡി ഉണ്ടാക്കി തിരിച്ച് പ്രേമിച്ചോണ്ടിരിക്കുക. ഒരു ഫേസ്ബുക്ക് പ്രതികാരം മിക്കവാറും തിരിച്ചു ചാടും. ചാടിക്കഴിഞ്ഞിട്ട് ഇയാളെ കാണുമ്പോഴാണ് ഫുള്ള് കോമഡി. സർ, ഇതാ സാറിൻ്റെ നെക്സ്റ്റ് അസൈൻമെൻറ്റ്. This is my heart. Thank you, my sweetie. Love you, dear. സാർ, ഈ മോണിറ്ററിംഗ് അല്ലാതെ വേറെ എക്സൈറ്റിംഗ് ആയ കേസ് എന്തെങ്കിലും തരൂ. എക്സൈറ്റ്മെന്റ് ഒക്കെ നല്ലതാ. സമയമാകുമ്പോൾ തന്നെ തേടി ത്രില്ലിംഗ് ആയ ഒരു കേസ് വന്നിരിക്കും. നിയമത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഭയം തോന്നിയിട്ടില്ല. ആത്മാവിന് ആത്മാവിൻ്റെതായ നിയമങ്ങളാണ്. സ്വാമി തേജോമയ ബ്രഹ്മദത്തി യോഗികൾ അയച്ചതാണ്. നമസ്കാരം സ്വാമി, അകത്തേക്ക് വരൂ. ഓം കൃഷ്ണ ഗോവിന്ദായ ഗോപിജനായ പരായ പരപുരുഷായ പരമാത്മാന്റെ പരകർമ്മ മന്ത്രാഷ്ട പാപങ്ങളെല്ലാം ഇതിലേറ്റ് പറഞ്ഞോളൂ. മുറികളിലെല്ലാം യന്ത്രം സ്ഥാപിച്ചു തീരാതെ ഈ രക്ഷാകവചത്തിൽ നിന്നും എഴുന്നേൽക്കരുത്. ഓ സ്വാമി. ഇവിടെ എന്തെടുക്കാതെ? അർജുന്റെ സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടേ. താങ്ക് യു മാഡം. നാളെ നാട്ടിൽ വരെ ഒന്ന് പോകണം. ഓക്കെ, അവിടെ കാത്തിരിക്കാൻ. തൽക്കാലം അച്ഛൻ മാത്രമേ ഉള്ളൂ. താങ്ക് ഗോഡ്. എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ, എന്നാ ഞാൻ ഓക്കെ. പൂങ്കാറ്റ് പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റ് പൂങ്കാറ്റേ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് ഈ കള്ളക്കണ്ണുള്ള എൻ കാമുകനോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ.
ഗുഡ് മോർണിംഗ് സർ. ചണ്ഡീഗഡിൽ നിന്ന് ലോഡ് എത്തി, വെരിഫൈ ചെയ്തു, എല്ലാം ഓക്കെയാണ്. അവർക്ക് സാറിൻ്റെ സിഗ്നേച്ചർ വേണം. അവരോടൊരു 1 അവർ ഓക്കെ. ഒരു 1 അവർ കഴിഞ്ഞ് എൻ്റെ ഫ്ലാറ്റിലേക്ക് വരാൻ പറയൂ. ഓക്കെ സർ. സർ Mr. Dharamveer. Hi. Hi. मैं एंटनी सर का पर्सनल स्टाफ. I'll get the signature for you. Okay. Please wait. Welcome. नमस्ते. आइए. I was waiting for you. बैठिए. Documents. Pen. Sorry. Okay, no problem. Just a minute. Hey, नाम क्या है आपका? हरिंदर सिंह. ഹരീന്ദർ. ഞങ്ങൾ പഞ്ചാബികൾക്ക് സിംഗ് കൂട്ടി വിളിക്കുന്നതാണ് അഭിമാനം. और तू मुझे बुला सकता है मल्लू सिंह. ഏതാടാ ഈ സാധനം? എവിടെ ചെന്നാലുണ്ടല്ലോ. I'm sorry. Sorry. It's okay. ആന്റണിയുടെ ഫ്ലാറ്റിൽ ഞാനൊരു ഓഡിയോ വീഡിയോ ഡിവൈസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 1 വീക്ക് ആകുമ്പോൾ എടുക്കാം. ഏറ്റെടുത്ത അസൈൻമെന്റ്സിൽ ആന്റണി മാത്രം തന്നെ ഒന്ന് കുഴപ്പിച്ചു അല്ലേ? പുള്ളി ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കുന്ന ടൈപ്പല്ല, എസ്പെഷ്യലി ഗേൾ ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ. ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഉള്ള ഒരാള് എങ്ങനെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക? റൈറ്റ്. വാട്ട്സ് യുവർ പ്ലാൻ? ഐ മീൻ അർജുൻ്റെ വിവാഹത്തെക്കുറിച്ച്. ഇല്ല, ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. ഗേൾ ഫ്രണ്ട്സ്? Take your time. എന്താ മേഡം? അല്ല, ആന്റണിയുടെ കാര്യത്തിൽ അല്പം സമയമെടുത്താലും കുഴപ്പമില്ല, ബട്ട് ഡിസിഷൻ അക്യുറേറ്റ് ആയിരിക്കണം. ഓക്കെ. പൂങ്കാറ്റേ
പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ നീ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ എന്താ ഇത്? സത്യം പറ, നീ തീവ്രവാദിയല്ലേ? തീവ്രവാദിയൊന്നുമല്ല, കള്ളനാ, പെരും കള്ളൻ. ഏയ്, ഞാൻ കള്ളനൊന്നുമല്ല. പിന്നെ സാമിയുടെ വേഷത്തിൽ വന്ന് നീയല്ലേ? പഞ്ചാബിയുടെ വേഷത്തിലോ? അല്ലടാ കള്ള. ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ, ഇതെല്ലാം എൻ്റെ ജോലിയുടെ ഭാഗമാണ്. പിന്നെ ഫ്ലാറ്റ് കുത്തു വിളിക്കുന്നതല്ലേ അവന്റെ ജോലി. ആൻഡ്രിയ, നീ പോലീസിനെ വിളിക്കേ. പ്ലീസ്, ഹലോ, പോലീസൊന്നും വിളിക്കല്ലേ. ഞാനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാണ്. എന്താന്ന്? എടി, മനസ്സിലായില്ലേ നിനക്ക്? CID. താൻ CID ആണോ? അതെ. CID മൂസ? ഇത് മൂസയല്ല, സമോസ. എന്നെ കളിയാക്കരുത്. ഞാൻ എങ്ങനെ വിശ്വസിക്കും? എൻ്റെ ഐഡന്റിറ്റി കാർഡ് പോക്കറ്റിലുണ്ട്, വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വേണമല്ലോ. പ്രേതം പോയേ? ഇല്ലല്ലോ. ഇവിടെ അല്ല, താഴെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ. ആൻഡ്രിയ, നീ ചെക്ക് ചെയ്യ്. നോയിക്കോ. അടങ്ങിയിരിക്കുക. അനങ്ങരുത്. എന്തായി കാണിക്കുന്നത്? ID കാർഡ് എവിടെ? പോക്കറ്റില്. ഇളിക്കാതടോ. CID കിക്ലി വേണ്ട. ഹോക്സായി. ഹലോ, ഹോക്സായി. ഇത് ഡിറ്റക്റ്റീവ് ഏജൻസി ആണോ? യെസ്. ഇതാരാണ്? സോറി. എന്തോ? സോറി. ഒരിക്കൽ നാട്ടിൽ പോകുമ്പോ ഞാൻ കൂടെ വരാം. തന്റെ നാടൊക്കെ ഒന്ന് കാണാലോ. ഷുവർ. ദാ അർജുന്റെ പുതിയ അസൈൻമെന്റ്. മാഡം, ഇത് എന്താ, പരിചയമുണ്ടോ? ഇല്ല. ഓക്കെ, ദെൻ ആസ് ഏർലി ആസ് പോസിബിൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ? ഒരു സ്കൂൾ ടീച്ചറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നത് ആരായിരിക്കും? ഇൻഷുറൻസ്? അർജുൻ അത് അന്വേഷിക്കേണ്ട കാര്യമല്ല. ദാറ്റ്സ് കമ്പനീസ് റൂൾ. ഓക്കെ മാം. ആൻഡ്രിയ. ഹലോ, CID അർജുൻ റാം. വണക്കം. AR റഹ്മാന് പാട്ട് കേൾപ്പിക്കാൻ പോയിട്ട് എന്തായി? എന്താവൻ സെക്യൂരിറ്റി കയറ്റി വിടണ്ടേ? പിന്നെ ലാലേട്ടൻ മനസ്സിൽ ധ്യാനിച്ച് ഐസ്ക്യൂബ് ഇടാതെ ദർബാർ ഡയറക്ടറിൽ പാട്ടങ്ങോട്ട് പാടി. അയാൾ മലയാളം മറന്നില്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കും. അതേത് പാട്ടാ? ഭരണിപ്പാട്ട്. ഒന്നും നടന്നില്ലെങ്കിൽ സന്തോഷേറിനെ കാണും. അയാളെങ്കിൽ എന്റെ കഴിവ് മനസ്സിലാക്കും. ആരെ കാണുന്നു? സന്തോഷ് പണ്ഡിറ്റിന്. ഇതേതാ മുതല്? എന്റെ അടുത്ത ടാർഗറ്റാണ്. കമ്പനി എന്നാ? അതെ. ഇമ്മാതിരി സാധനമൊക്കെ കമ്പനി തരികെ നാളെ മുതൽ ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ചേരും. ഇവളാണ് എന്റെ തലക്കടിച്ചത്. അപ്പൊ ഒലക്കല്ലാണ് തലക്കടിച്ചത്. ഒലക്കൊണ്ടാണല്ലോ തലക്കടിച്ച്. അപ്പൊ കമ്പനി എനിക്ക് അറിഞ്ഞൊരു പണി തന്നാണ് മോനെ. പപ്പേരനാണോ? ഉമ്മ കിട്ടിയാവോ? അന്റെ ഒരു ഫോട്ടോ കിട്ടാം. ഇത് എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ടെടുത്താൽ മതി. അവള് ചാടാന്ന് പറഞ്ഞു. എന്നോട് ശരിക്കുള്ള ഫോട്ടോ അയക്കാൻ പറഞ്ഞു.
ഞാനിട്ടിരിക്കുന്നത് റോസാപ്പൂ അല്ലേ? നിന്റെ ഫോട്ടോ കണ്ട അവള് ചാടും. എന്റെ ഫോട്ടോ ഒന്നും ഇടാൻ പറ്റില്ല. നിങ്ങളെ ഭാര്യയില്ല, ആണുങ്ങളെ നിഴല് കണ്ടാ ചാടിക്കോളൂ. എന്നാൽ ഇവന്റെ ഒരു ഫോട്ടോ താ. ഇവനെ കണ്ട ഏത് പെണ്ണും വീഴും. ഒന്നിച്ചിരിക്കണം മോനെ. സൈബർ ക്രൈമാ, അകത്ത് പോവും. എന്നാ വേണ്ട, ആ പട്ടാളക്കാരൻ പുരുഷന്റെ പടം കയ്യിലുണ്ട്. തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അയാളിപ്പോ നാട്ടിൽ വരില്ല. പപ്പേട്ടങ്ങൾ മിലിറ്ററി ജയില് കണ്ടിട്ടുണ്ടോ? അവിടെ ഗോതമ്പുണ്ടിയല്ല, ബോംബാണ്, ബോംബ്. എന്റെ ഭാര്യ അത്ര മോശമൊന്നുമല്ല, അതിലും വലിയ ബോംബാ. അയാളൊരു കാര്യം പപ്പേട്ടാ, വേണ്ടാത്ത പണിക്ക് മെനക്കാറുണ്ട് കേട്ടോ. അവളെ ചാടിക്കണടാ. നാട് റോഡ് കൊണ്ടുവന്ന് നാലെണ്ണം പറയണം, ഞാൻ അയക്കും. ആൻഡ്രിയ ചേച്ചി വന്നേ. മദർ പറഞ്ഞതൊക്കെ ഞാൻ ബിഷപ്പ് ഹൗസിൽ അറിയിക്കാം. ഏതായി കുട്ടി? ആൻഡ്രിയ. ഇവിടെ വളർന്ന കുട്ടിയവള്. 2.5 മാസം പ്രായമുള്ളപ്പോ മാർക്കറ്റിലെ കടത്തിനേന്ന് കിട്ടിയതാ അവളെ. പാവം. നമ്മുടെ സ്കൂളിൽ തന്നെയാ പഠിപ്പിക്കുന്നേ. കിട്ടുന്നത് മുഴുവൻ അവളെ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കും. അവർക്കില്ലാത്ത സ്വപ്നങ്ങൾ എനിക്കും വേണ്ടെന്ന് അവൾ പറയുന്നു. രണ്ടര മാസത്തിലാണ് ആരോ അവളെ വലിച്ചെറിഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ കുട്ടികൾക്ക് അവളോടുള്ള സ്നേഹം കാണണം. അവർക്ക് വേണ്ടി അവൾ ജീവിക്കുന്നത്. സത്യം പറയും, അനക്കോളോട് പ്രേമ? അവളെന്റെ സബ്ജക്റ്റ് അല്ലേ? ഓഹോ, ഇതിന്റെ ഇടയിൽ കൂടി അതും നടക്കണ്ടില്ലേ? പറയടോ. അങ്ങനെയല്ലടാ. എങ്ങനെയല്ലാന്ന്? ഞങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന പേരാണ് സബ്ജക്റ്റ്. സബ്ജക്റ്റുമായിട്ട് യാതൊരുവിധ റിലേഷൻഷിപ്പും പാടില്ല. അതാണ് കമ്പനി റൂൾ. നല്ല കമ്പനി. ഞങ്ങളെ നാട്ടിലൊരു നാനോട്ടുണ്ടായിരുന്നു. ആണുങ്ങളെ പെണ്ണുങ്ങളെ വഴിയാതെ നടത്തല മൂപ്പരെ പണി. മൂപ്പർക്ക് ഓഫീസും ഇല്ല, ബോസും ഇല്ല. പക്ഷെ മാമ നാനോട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മാമയാണെന്നല്ല ഞാൻ പറഞ്ഞു. നാളെ മുതൽ അവളെ ഫോളോ ചെയ്യണം. എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. പ്രേമാണെങ്കിൽ അത് പറയും മോനെ. എടാ ഇല്ല എന്ന് പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ജോലിയാണ് പ്രധാനം. അപ്പം ആ സബ്ജക്റ്റിനോട് എനിക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊന്ന് പഠിക്കട്ടെ. പരീക്ഷ എഴുതി പാസ്സാവാം. കള്ള എന്റെ മനസ്സിലാൻ വേണ്ടി ഞാൻ നമ്പർ ഇട്ടല്ല മോനെ. അനക്കോൾ അത്രയ്ക്ക് ഇഷ്ട. ഇന്ന് അപ്പിനുമ്പോളോളെ വിടാതെ ഫോളോ ചെയ്യും. ഓക്കെ. ഇത്ര എളുപ്പമല്ല ഈ സി ഡി പണി. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് കാണില്ലല്ലോ. ഇതെങ്ങോട്ട് പോയി? പർച്ചേസിന് പോയി കാണോ? എന്താ എന്താ സുഖം അല്ലേ നിങ്ങൾക്കോ? താൻ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? മര്യാദയ്ക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ CID-നെയും ഈ അസിസ്റ്റന്റിനെയും ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അസിസ്റ്റന്റോ? സേതുറാമയ്യ കുട്ടിയാണ് അവന്റെ തലക്കടിച്ച്. അതെ, കുറ്റം സമ്മതിച്ചോണ്ട് ഞാൻ കാര്യം തുറന്നു പറയാം. ആ അടിവനെ തലക്കി പിടിച്ച് തലക്ക് ഭ്രാന്തായി. ഇന്നലെ രാത്രി കിടത്തി ഉറക്കിയില്ല. എനിക്കിപ്പോ ആൻഡ്രിയെ കാണണം, ഐ ലവ് യു അങ്ങനെ എന്തോ 2 വാക്ക് പറയണമെന്നൊക്കെ പറഞ്ഞോ. ഇപ്പഴാ ഓർത്ത് ഒരു ലവ് സോങ് കമ്പോസ് ചെയ്യാൻ സമയം. ഓക്കെ ശരി.
ഹലോ ഹലോ, ഒന്ന് നിന്നേ. എന്നോട് തനിക്ക് പ്രേമാണോ? അയ്യോ, അത് വെറുതെ പറഞ്ഞതാ. അപ്പൊ പ്രേമ ഇല്ലേ? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അപ്പൊ ഉണ്ടോ? ഉണ്ട്, പക്ഷെ അവൻ പറയുന്ന പോലെയല്ല. ഇത്ര ധൈര്യമില്ലാത്ത താൻ എന്തിനാടോ CID ആയിട്ട് നടക്കുന്നേ? തന്നെ ഞാൻ അന്നേ തലക്കടിച്ച് കൊല്ലണമായിരുന്നു.